നമുക്ക് കേൾക്കാം. അതോടൊപ്പം വർഗീസ് ആന്റണി മാഷുണ്ട്, സുഭാഷിണി മഹാദേവൻ, അതുപോലെ തന്നെ PR രതീഷ്, രമ്ന. ഇവർ 4 പേരുടെയും വാക്യങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാവരെയും ഒന്നിച്ച്, എൻ്റെ കൂട്ടുകാരനാണ് ഇവരൊക്കെ, എല്ലാവരെയും ഒന്നിച്ച് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സദസ്സിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സുധീഷ് തന്നെ വയ്ക്കുകയാണ്. അല്ല, ആദ്യം ഒരു അവതരണ ഗാനാണെന്ന് ഞാൻ കരുതിയത്. അങ്ങനെ സ്പീക്കർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കവിൻ എന്ന ഈ ക്യാമ്പിന് ആശംസകൾ നേരുന്നു. ഒരു കവിത പാടുന്നു. ജീവിതത്തിന്റെ നിരവധി പകർമാറ്റങ്ങൾ അനുഭവിച്ചും തൊട്ടും അറിഞ്ഞവരാണ് നമ്മൾ. ജീവിത ദുരിതങ്ങൾ മുമ്പിൽ വന്ന് നൃത്തമാടുമ്പോൾ ആകെ സ്തംഭിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എഴുതിയതാണ്. നിന്നോളം തന്നേരി പങ്ക്യോളം കുന്നേരി വന്നിട്ട് വിണ്ടണ നിന്നിട്ട് കേക്കണ കേട്ടില്ലേ കാറ്റോട് കരയണ കണ്ടില്ലേ ഇലകള് മൂടണ തന്നില്ലേ സങ്കടം വന്നില്ലടി കുഞ്ഞണ്ണേ പങ്കുവെട്ടിരുട്ടത്തോടി ചങ്കു കാട്ടി നീ ചിരിച്ചു പൂലാലേ താലേ താലേ പൂലാലേ കരികെട്ടിയ കണ്ണാലിയോളെ കൂട്ടിയിട്ടപ്പൻ സംഖ്യകൾ മാച്ച് കൈകുത്തിയിറക്കിയിട്ടമ്മ പാളക്കുമ്പിൽ വട്ടുതരഞ്ഞ് വിശക്കണ വെള്ളമൊഴുകി കശക്കിയ സ്വപ്നം മേലെ ഈ കണ്ണില് മുടി വെട്ടാൻ കാലിച്ച പാട്ടിത്തണ്ടണോ വഴിപാടിൻ കൊമ്പോറം കുത്തി വിത്തില്ലാണ്ട മാമ പാടി താരാലേ പൂലാലേ പൂലാലേ താരാലേ കറ്റെട്ടിയ വല്യവരമ്പിൽ തോറ്റൊട്ടിയ മൂറുകൾ കണ്ട കറ്റെട്ടിയ വല്യവരമ്പിൽ തോറ്റൊട്ടിയ മൂറുകൾ കണ്ട ചിരി തേച്ചു തെറുത്തൊരു ജീവിതം തിരികെട്ട് മേലേക്കുയരണം ചിരി തേച്ചു തെറുത്തൊരു ജീവിതം തിരികെട്ട് മേലേക്കുയരണം നശിപ്പിന്റെ കാലം വന്ന് വിശപ്പാടി കെട്ടിത്തുള്ളണം ഉറങ്ങാൻ നോക്കിയിട്ടപ്പോ ഉണരാനും പറ്റണില്ലേ ഉറങ്ങാൻ നോക്കിയിട്ടപ്പോ ഉണരാനും പറ്റണില്ലേ ഗതികേടിൻ ചക്രമുരുട്ടി ഈ കാലത്തിന്നി പാടം താലാലേ പൂലാലേ പൂലാലേ താലാലേ നിന്നോളം ചന്തേരി അന്ത്യോളം കുന്നേരി വന്നിട്ട് വിണ്ടണ നിന്നിട്ട് കേക്കണ കേട്ടില്ലേ കാറ്റോട് കരയണ കണ്ടില്ലേ ഇലകള് മൂടണ തന്നില്ലേ സങ്കടം വന്നില്ലടി കുഞ്ഞണ്ണേ പങ്കുവെട്ടിരുട്ടത്തോടി
അധ്യക്ഷത പദവി അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സുഭാഷിണി മഹാദേവനാണ്. വളരെ ആദരപൂർവ്വം സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങൾ എന്നാണ് നമ്മുടെ മൂന്നാം സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പകർന്നാട്ടങ്ങളെ കുറിച്ച് പറയാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സച്ചിദാനന്ദ മാസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെല്ലാം കാറ്റിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഗീസ് ആന്റണി മാസ്റ്റർ വളരെ ചിന്താപരമായ ധ്വന്യാത്മകമായ നമ്മുടെ എല്ലാ മനസ്സിനെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ ഇരുന്നാൽ രസിപ്പിച്ച് ആസ്വദിപ്പിച്ച് മലയാള പഠനത്തിന്റെ പകർന്നാട്ടങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മോട് സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല വർഗീസ് ആന്റണി മാസ്റ്റർ കഥയായാലും കവിതയായാലും വായനയായാലും പ്രസംഗമായാലും വ്യത്യസ്തങ്ങളായ വ്യവഹാര രൂപങ്ങളെ അതിൻ്റെ ഏറ്റവും മനോഹരമായ തലത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ അവിടേക്ക് പ്രവേശിപ്പിക്കുന്ന വർഗീസ് ആന്റണി മാസ്റ്ററുടെ വേദിയിലുണ്ട്. സർഗാത്മകതയിലെ പകർന്നാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭാഷയുടെ വ്യത്യസ്തമായ വ്യവഹാര രൂപങ്ങളിലൂടെ എന്തൊക്കെ പകർന്നാട്ടങ്ങൾ നടത്താമെന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും അത്യുത്തമങ്ങളായ പുസ്തകങ്ങൾ ഇവിടെ ഇറങ്ങുമ്പോൾ പലപ്പോഴും ആ പുസ്തകങ്ങളിലൂടെ കണ്ണോടിക്കാതെ പലരും പുസ്തകത്തെ കുറിച്ച് പറയുന്നതെന്ന് നമ്മുടെ പ്രശസ്തനായ കഥാകൃത്ത് ശ്രീ അശോകൻ കരിയിൽ രാവിലെ പറഞ്ഞപ്പോൾ അതിൽ ശരിയേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നല്ല വായനക്കാർ വേദിയിൽ അല്ലെങ്കിൽ പുറത്ത് വലിയ വലിയ സദസ്സുകളുടെ പുറത്തിരിക്കുമ്പോൾ അത്രയധികം വായനക്കാരല്ലാത്ത സർഗാത്മകതയെ ഹൃദയത്തിലേക്ക് നിറച്ചു കൊണ്ടുവരാത്ത പലരും സ്റ്റേജിൽ ഇരിക്കുന്നതിലെ ആ ഒരു വൈപരീത്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരികൾക്ക് അരുതായ്മ പലപ്പോഴും പലർക്കും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാകാം. ഈ സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ സർഗപരമായ അതേ ഭാഷകളിൽ വ്യത്യസ്തമായ വ്യവഹാര രൂപങ്ങൾ എന്ന സർഗാത്മകതയെ വിട്ടുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവന്റെ ഓരോ ദിനവും വ്യത്യസ്തമായ സർഗഭാവനയിലൂടെ അവൻ കടന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പൊ അമ്മമാരെ കുറിച്ചാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ സർഗാത്മകതയുടെ വിഭവങ്ങൾ ഒരുക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരൻ അവന്റെ വ്യത്യസ്തമായ സർഗ വ്യാപാരത്തെ ദിനപ്രതി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തുന്നലിന് കൊടുക്കുന്ന പ്രാധാന്യം, ഒരു കർഷകന്റെ കാർഷിക വൃത്തിയിൽ ഒരു പുസ്തകം കയ്യിൽ പിടിച്ച് അത് മാത്രം നോക്കി അത് വായിച്ച് അവന് തോന്നുന്ന അല്ലെങ്കിൽ അവൻ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കുന്നതിന് പകരം ആ കർഷകൻ നിരന്തരമായി ഉപയോഗിക്കുന്ന കാർഷിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഏതെല്ലാം തരത്തിലാണോ തന്റെ കൃഷിയെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവിടെ വരുന്ന സർഗാത്മകമായ ഒരു പകർന്നാട്ടമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഓരോ വ്യക്തിയും സർഗാത്മകമായ പകർന്നാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇന്നും നമ്മൾ ജീവിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഓരോ എഴുത്തുകാരനും സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് തന്നെ ഏറ്റവും നല്ലൊരു ക്യാമ്പാണ് കാവ്യശില്പയുടെ കതിർ എന്ന ക്യാമ്പ്. ഈ കതിർ എന്ന ക്യാമ്പിൽ എത്ര കുട്ടികൾ, കേരള കോളേജിലെ എത്ര കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെയും ഒരു വരൾച്ച അനുഭവപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നിയതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണമെന്നില്ല. അപ്പൊ ഈ സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങൾ കാണാനും ആടാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഇവിടെ ഒരു വരൾച്ച അനുഭവപ്പെട്ടു എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ വരൾച്ച കാലികമായ ഒരു വളർച്ചയിലേക്ക് മാറുന്നില്ലേ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്ന് തോന്നുന്നു. നമ്മുടെ ഈ കാവ്യശില്പയുടെ ത്രിദിന ക്യാമ്പുകളിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാവ്യശില്പയുടെ തയ്യാളിയായ രാമണി മാഷ് ഓരോ വർഷവും ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ആ ക്യാമ്പിലേക്ക് സർഗാത്മകതയെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചു കൊണ്ടുവരാനും എത്താവുന്നവരെ മുഴുവൻ
ഉയർത്തിക്കൊണ്ടുവരാനും വായനയുടെ വസന്തത്തിന്റെ ലോകത്തിലേക്ക് അതോടൊപ്പം ജനകീയമായ ഒരു പൊതു ഇടങ്ങളിലേക്ക് ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവരാനും ഒപ്പം നമ്മുടെ സമൂഹത്തിൽ ദിനംപ്രതി നടന്നുകൊണ്ടിരിക്കുന്ന അരുതകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ അരുതകൾക്കെതിരെ എങ്ങനെയൊക്കെ നമുക്ക് പയറ്റാം, എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം, എങ്ങനെയൊക്കെ എതിർക്കാം, എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാം എന്നുള്ള വാക്കുകളെ കൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ആ എതിർപ്പുകൾ മാറ്റി നിർത്താൻ കൂടി വേണ്ടിയാണ് ഈ സർഗാത്മകതയ്ക്ക് വേണ്ടി ഇത്തരം ക്യാമ്പുകൾ നടത്തുന്നത്. വളരെ ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ വാക്കുകളെ അത്രമാത്രം ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ ഭൂമിയിൽ വെറുതെ ഉണ്ടും ഉറങ്ങിയും കാലം കഴിക്കുന്ന മനുഷ്യ ജീവിതങ്ങൾ, മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളായി മാറാതെ ഒത്തിരി നല്ല എഴുത്തുകാർ നമ്മുടെ നാട്ടിൽ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തിനെ അതിൻ്റെതായ സർഗാത്മകതയിലൂടെ കടന്നു പോകാൻ സമ്മതിക്കുമ്പോൾ, സഹകരിക്കുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഡോക്ടർ പ്രമോദന്റെ, ബിജു ബാലകൃഷ്ണന്റെ, പ്രസാദ് കാക്കശ്ശേരിയുടെ, ഞാൻ അശോകനെ പറ്റി പറഞ്ഞു. എല്ലാ എഴുത്തുകാരും അത്തരത്തിൽ പ്രതിരോധങ്ങൾക്ക് മൂർച്ചയുള്ള വാക്കുകളുമായി, കഥാതന്തുക്കളുമായി, കവിതാ ഉറവിടങ്ങളുമായി വരുമ്പോൾ നമ്മുടെ നാട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. വായനയിലൂടെ, വൈകാരികമായ ഇടപെടലിലൂടെ ഉണ്ണുക, ഉറങ്ങുക, ജീവിതം മുഴുവൻ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ബൊമ്മ പോലെ ജീവിച്ച് അവസാനിക്കുക എന്നതിനപ്പുറം സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങളിലൂടെ ജീവിക്കാനുള്ള ഒരു ശേഷി കൈവരിക്കണം. അത് തന്നെയായിരിക്കും ഈ സെഷൻ. അതിനെ ഏറ്റവും നന്നായി സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള വർഗീസ് ആന്റണി മാഷെ ഏറെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് നല്ലൊരു വിരുന്നൊരുക്കാൻ അദ്ദേഹത്തിന് കഴിയും. നന്ദി. സർഗാത്മകതയുടെ പകർന്നാട്ടങ്ങൾ സച്ചിദാനന്ദൻ മാഷ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിഷയമാണ്. നിർത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ സുഭാഷ് ടീച്ചർ എന്നെ പറ്റി അല്ല, വേറെ ആരെയും പറ്റിയാണ് പറഞ്ഞതൊക്കെ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. സച്ചിദാനന്ദൻ മാഷെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു എൻ്റെ പണി. അപ്പോൾ ആ പണി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയമൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരാളൊന്നല്ല ഞാൻ എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. വളരെ പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് പറഞ്ഞ് സമയമുണ്ടെങ്കിൽ ഒരു കവിതയെ പറ്റി നിർത്താം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന വാക്യമല്ലേ മഗ്ദലന മറിയം എന്ന സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചത്? അല്ലേ? അല്ല, ആ വാക്യമല്ല. ആ വാക്യത്തിലെ കവിതയാണ് മഗ്ദലന മറിയത്തിന്റെ ജീവൻ രക്ഷിച്ചത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ വാക്യത്തെ ഒന്ന് വിശകലനം ചെയ്യേണ്ടി വരും. അപ്പോ ആ വാക്യത്തിലെ കവിത ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ത്രസിച്ചു നിന്നിരുന്ന ആൾക്കൂട്ടത്തിന്റെ ഉള്ളിൽ ഇടിമിന്നൽ പോലെ പ്രവർത്തിക്കുകയും അവരുടെ അവബോധത്തിൽ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാവുകയും അവർ കല്ലുകൾ താഴെ ഇടുകയും ചെയ്തു. അപ്പോ വലിയൊരു ഹിംസയാണ് അവിടെ നടക്കാൻ പോയിരുന്നത്. പക്ഷെ ആ ഹിംസയെ ഒരൊറ്റ വാക്യം കൊണ്ടാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ ഒരൊറ്റ വാക്യം കൊണ്ടാണ് ആ കല്ലേറ് നടക്കാതെ പോയത്. ഇനി എറിയുകയാണെങ്കിൽ എല്ലാവരും കല്ലുകൾ കൈകളിലും പിന്നെ സഞ്ചിലൊക്കെ ഇട്ട് വന്നതായിരിക്കും. ആ കല്ലുകൾ അവർ എറിയുകയാണെങ്കിൽ സ്വന്തം നെഞ്ചിലേക്ക് എറിയേണ്ടി വരും. കാരണം ആ ഒരൊറ്റ വാക്യം അതുവരെ പുണ്യവാളന്മാരായി സ്വയം കരുതിയിരുന്ന ആ മനുഷ്യരൊക്കെ പാപികളാക്കി മാറ്റി. പുണ്യവാളന്മാരുടെയൊക്കെ വാൾ, അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്ന വാൾ പുറത്തായി. പാപിയായി മുദ്രകുത്തപ്പെട്ട മഗ്ദലന മറിയം എന്ന സ്ത്രീ ആ ഒരൊറ്റ വാക്യത്തിലൂടെ പുണ്യവതിയായി മാറി. അപ്പൊ പുണ്യവാളന്മാർ പാപികളായി, പാപി പുണ്യവതിയായി മാറി. ഒരൊറ്റ വാക്യം കൊണ്ടാണ് അത് സംഭവിച്ചത്. എത്ര ലളിതമാണ് ആ വാക്യം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. 2000 കൊല്ലം മുമ്പ് പറയപ്പെട്ട വാക്യമാണ്. പക്ഷെ ആ ലളിതമായ വാക്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആ വാക്യം ഇങ്ങനെ സങ്കീർണമായി വളരെ വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം.
കാരണം കല്ലുകൾ എറിയരുത് എന്നല്ല പറയുന്നത്, എറിഞ്ഞോളാനും അല്ല പറയുന്നത്. ഒന്നുകിൽ കല്ലുകൾ എറിയാൻ പറയാം, അല്ലെങ്കിൽ എറിയരുതെന്ന് പറയാം. ഇത് രണ്ടുമല്ല പറയുന്നത്. അതേസമയം രണ്ടും പറയുന്നുണ്ട്, എറിഞ്ഞോളാനും പറയുന്നുണ്ട്, എറിയരുതെന്നും പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടു തവണ നെഗറ്റീവും പോസിറ്റീവുമായ ഒരു അർത്ഥമാണ് വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. വളരെ ലളിതമെന്നാണ് തോന്നുന്ന വാക്യങ്ങൾ അത്ര ലളിതമല്ല. ലളിതമെന്ന് ആഴമില്ല എന്ന് നമുക്ക് തോന്നുന്ന തെളിഞ്ഞ ജലാശയത്തിലേക്ക് നോക്കുമ്പോൾ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുന്ന പോലെ ഈ ലാളിത്യത്തിൽ ഒരുപാട് സങ്കീർണത ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ വാക്യം കവിതയായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷേ ലോകത്തിലുള്ള ഏത് കവിത വായിച്ചാലും, ഇപ്പൊ കവിതയിൽ രസമാണ് കവിത എങ്കിൽ ഈ വാക്യത്തെ വിശകലനം ചെയ്താൽ പല രസങ്ങളും ഈ വാക്യത്തിൽ ഉണ്ടെന്ന്. ധ്വനിയാണ് കവിത എങ്കിൽ ഇത്രയേറെ ധ്വനി ഞാൻ വായിച്ച കവിതകളിൽ വളരെ അപൂർവമാണ്. സംക്ഷിപ്തതയാണ് കവിതയുടെ ഗുണമെങ്കിൽ പി.ആർ. രതീഷിന്റെ ഒറ്റവരി കവിത പോലെ, രണ്ടുവരി കവിത പോലെ, കുഞ്ഞുണ്ണി മാഷയുടെ കവിത പോലെ വളരെ സംക്ഷിപ്തമാണ് ഈ വാക്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വാക്യം കവിതയായിട്ടല്ല അറിയപ്പെടുന്നത്. അപ്പൊ കവിതയായി അറിയപ്പെടാത്ത പല വാക്യങ്ങളിലും കവിതയായി അറിയപ്പെടുന്ന വാക്യങ്ങളെക്കാൾ കവിതയുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് പറഞ്ഞ ക്രിസ്തു കവിയായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷെ അപ്പൊ കവിയായി അറിയപ്പെടുന്ന അവർ എഴുതുന്ന കവിതയേക്കാൾ കൂടുതൽ കവിത്വം കവിയായി അറിയപ്പെടാത്ത പലരും പറയുന്ന പല വാക്യങ്ങളിൽ ഉണ്ട് എന്നാണ്. ഈ വാക്യത്തെ വിശകലനം ചെയ്തു വരുമ്പോൾ കവിതയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറ്റേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ പിന്നെ ഈ വാക്യം സ്ത്രീ വിമോചനത്തിന്റെ, ഫെമിനിസത്തിന്റെയും പോസ്റ്റ് ഫെമിനിസത്തിന്റെയും പോസ്റ്റ് ഫെമിനിസത്തിന്റെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ വേരുകൾ അന്വേഷിച്ചെന്നാൽ 2000 കൊല്ലം മുമ്പ് ക്രിസ്തു പറഞ്ഞ ഈ വാക്യത്തിൽ എത്തിച്ചേരും എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ക്രിസ്തുവിന്റെ വാക്യം അവിടെ നിൽക്കട്ടെ. ഭഗവത്ഗീത എന്ന കവിതയല്ലേ പാണ്ഡവന്മാരെ പരാജയത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷിച്ചത്? യാതൊരു സംശയമില്ല. ക്രിസ്തുവിന്റെ വാക്യം കവിതയായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷെ ഭഗവത്ഗീത തീർച്ചയായിട്ടും കവിതയായി അറിയപ്പെടുന്ന കവിത തന്നെയാണ്. അവരെ പരാജയത്തിൽ നിന്നും, ചുരുങ്ങിയ വർഷം പാണ്ഡവരെയെങ്കിലും പരാജയത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഭഗവത്ഗീത എന്ന കവിതയാണ്. ഇനി ഭഗവത്ഗീതയിൽ നമുക്ക് ബുദ്ധനിലേക്ക് വന്നാൽ, ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ബുദ്ധന്റെ സ്വഭാവത്തിൽ നിന്ന് ഏറ്റവും വിപരീത സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണ് അങ്കുലീമാലൻ. ബുദ്ധൻ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല മനുഷ്യനായിരുന്നെങ്കിൽ, ഏറ്റവും അഹിംസാത്മകമായി കാരുണ്യത്തോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങേറ്റവും ഹിംസ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് അങ്കുലീമാലൻ. അങ്കുലീമാലൻ 999 മനുഷ്യരെ കൊന്ന് 1000ാമത്തെ ആളെ കണ്ട് കാത്തിരിക്കുമ്പോഴാണ് ബുദ്ധൻ അങ്കുലീമാലന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ബുദ്ധൻ അങ്കുലീമാലനോട് പറഞ്ഞ 6 7 വാക്യങ്ങളാണ് അങ്കുലീമാലൻ എന്ന ലോക കൊലയാളിയെ ലോകത്തിലേക്ക് പുണ്യവളനാക്കി മാറ്റിയത്. ബുദ്ധന്റെ വാക്യവും കവിതയായിട്ടല്ല അറിയപ്പെടുന്നത്. പക്ഷേ ലോകത്തിൽ കവിതയായി അറിയപ്പെടുന്ന ഏത് വാക്യത്തെക്കാളും കവിത അതിലുണ്ട്. ക്രിസ്തുവിന്റെ വാക്യത്തിൽ ഉള്ള വാക്യം പോലെ, ബുദ്ധന്റെ വാക്യം പോലെ മനുഷ്യരെ മാറ്റി തീർത്ത വേറെ ഏത് കവിതയുണ്ട് ലോകത്തിൽ എന്ന് അന്വേഷിക്കുമ്പോൾ കവിതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ അവിടെ മാറിപ്പോകുന്നുണ്ട്. അപ്പോ ഇത് കവിതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കവിതകളെല്ലാം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ കവിതയായി അറിയപ്പെടാത്ത കവിത്വമുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് അവ നിറവേറ്റിയ ദൗത്യം എന്ന് ആലോചിക്കുമ്പോൾ, മനുഷ്യരെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ കവിതയ്ക്ക് കഴിയും എന്നല്ലേ ഈ വാക്യങ്ങളുടെ, ഈ കവിതകളുടെ ഒക്കെ അർത്ഥം? അതെ, മനുഷ്യരെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ ചിലപ്പോൾ കവിതയ്ക്ക് കഴിയുമെന്നുള്ളതിന്റെ അടയാളങ്ങളായിട്ട് ഞാനിതിനെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന മാധ്യമം, നമ്മൾ പ്രവർത്തിക്കുന്ന മാധ്യമം ഒരു നിസ്സാരമായ മാധ്യമമല്ല. മനുഷ്യരെ വലിയ അപകടത്തിൽ നിന്നും, പരാജയത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, തോൽവിയിൽ നിന്നും, ഭ്രാന്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പര്യാപ്തമായ, രക്ഷിക്കേണ്ട ഒരു കർമ്മത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് കവിതയുടെ ധർമ്മം. ഇതേപോലെ
പോലെയുള്ള ധർമ്മം തന്നെയല്ലേ ഇപ്പൊ കഥ എഴുതുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. കഥ അനുഷ്ഠിക്കുന്ന ധർമ്മവും ഇത് തന്നെയല്ലേ. ഷെഹർസാദ് തന്റെ ജീവിതത്തെ ഒരു രാത്രി, 2 രാത്രി, ഒരാഴ്ച, 1 മാസം, 1 കൊല്ലം, 2 കൊല്ലം നീട്ടിവെച്ചത് കഥ കൊണ്ടാണ്. അപ്പോ കഥ പറഞ്ഞില്ലെങ്കിൽ, കഥ പറയാൻ പറ്റില്ലായിരുന്നെങ്കിൽ കഥ കഴിയുമായിരുന്നു. ഷെഹർസാദിന്റെ കഥ കഴിയുമായിരുന്നു. അപ്പൊ തന്നെ കൊല്ലാൻ നിൽക്കുന്ന സുൽത്താന്റെ വാള് തന്റെ കഴുത്തിൽ പതിയാതിരുന്നത്, താൻ കൊല്ലപ്പെടാതിരുന്നത്, തന്റെ കഥ കഴിയാതിരുന്നത്, താൻ പറയുന്ന കഥ കഴിയാതിരുന്നത് കൊണ്ടാണ്. കഥ പറഞ്ഞാണ് ഷെഹർസാദ് തന്റെ ജീവനെ രക്ഷിച്ചത്. ഷെഹർസാദ് രക്ഷിച്ചത് തന്റെ ജീവന് മാത്രമല്ല, ഷെഹർസാദിനെ കൊല്ലുക എന്നുള്ള, അതിനു മുമ്പ് എത്രയോ സ്ത്രീകളെ ഈ സുൽത്താൻ കൊന്നിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ ഷെഹർസാദിനെ കൊല്ലുക എന്നുള്ള വലിയൊരു ഹിംസയിൽ നിന്നുകൂടിയാണ് ഷെഹർസാദ് കഥ കൊണ്ട് സുൽത്താനെയും രക്ഷിച്ചത്. എങ്ങനെയാണ് ഷെഹർസാദിന് അത് സാധിച്ചത്? അതാണ് കഥയുടെ മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പോ സുൽത്താൻ ഒരു ആസ്വാദകനാണോ? ആസ്വാദകനാണെങ്കിൽ ആ സുൽത്താനാണ് ലോകത്തിലെ കൊലയാളിയായ, കഥ പറയാൻ നിൽക്കുന്നവരെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ നിൽക്കുന്ന ആ സുൽത്താനായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആസ്വാദകൻ, നല്ല ആസ്വാദകൻ. ആ കഥ പറഞ്ഞ ഷെഹർസാദാണ് ലോകത്തിലെ ഏറ്റവും നല്ല കഥാകാരി. ആ കഥാകാരി പറഞ്ഞതുപോലെ, ആ കഥാകാരി ആകർഷിച്ചതുപോലെ, ആ കഥാകാരി കഥ പറഞ്ഞ് സുൽത്താന്റെ മനസ്സ് മാറ്റിയതുപോലെ വായനക്കാരുടെ മനസ്സ് മാറ്റുക, ഹിംസാത്മകമായ, സംഹാരാത്മകമായ മാനസികാവസ്ഥയിൽ നിന്ന് സർഗാത്മകമായ, ക്രിയാത്മകമായ മാനസികാവസ്ഥയിലേക്ക് വായനക്കാരെ മനസ്സിനെ മാറ്റുക എന്നുള്ള ഒരു മഹാദൗത്യമാണ് ഓരോ കഥാകൃത്തുകളും ഏറ്റെടുത്തിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഷെഹർസാദിന്റെ കഥ അത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഓരോ വാക്യവും പിടിച്ചു നിൽക്കുന്ന വാക്യങ്ങളായിരിക്കണം. കാരണം ഷെഹർസാദ് അല്ല, സുൽത്താൻ കഥകളിക്കാരന്റെ മാനസികാവസ്ഥയിലല്ല, കൊല്ലാനുള്ള മാനസികാവസ്ഥയിലാണ്. അങ്ങനെ കൊല്ലാനുള്ള മാനസികാവസ്ഥയിലിരിക്കുന്ന സുൽത്താന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുക, കഥയിൽ പിടിച്ചു നിർത്തുക എന്നുള്ള വെല്ലുവിളി ലോകത്തിലെ ഏത് കഥാകൃത്തും നേരിടുന്ന വെല്ലുവിളിയേക്കാളും വലിയ വെല്ലുവിളിയാണ്. അപ്പൊ ഓരോ വാക്യവും കഴിഞ്ഞാൽ അടുത്ത വാക്യത്തിലേക്ക് കാതുകൂർപ്പിക്കാനായിട്ട് സുൽത്താന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ കഴിയണം. കഥയുടെ ആദ്യമധ്യാന്ത പൊരുത്തമുണ്ടാകണം. ആ കഥ കൊണ്ട് കഥയിലേക്ക് സുൽത്താന്റെ മനസ്സിനെ ആകർഷിക്കണം. അങ്ങനെ ഒരു കഥ കഴിഞ്ഞാൽ പിന്നെയും കഥ കേൾക്കണം എന്ന് തോന്നിപ്പിക്കണം. കഥ പറയാൻ ആ കഥ പറയുന്ന ഷെഹർസാദിന് അനുവാദം കൊടുക്കാൻ തോന്നണം. അങ്ങനെ ഉള്ള രീതിയിൽ ഭാഷയെ ക്രമീകരിക്കണം, രൂപശില്പത്തെ ക്രമീകരിക്കണം, പിന്നെ ഉള്ള ഭാവത്തെ ക്രമീകരിക്കണം, കഥയുടെ ദർശനത്തെ ആവിഷ്കരിക്കാൻ കഴിയണം. അത് ഷെഹർസാദിന്റെ ആ കഥ പറഞ്ഞിൽ തന്നെ കഥയെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ആ കഥയെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുക. അപ്പോ കവിതയുടെ ധർമ്മമായാലും കഥയുടെ ധർമ്മമായാലും ഇത്തരത്തിലുള്ള മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ മരണതുല്യമായ അനുഭവങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന് മനുഷ്യരെ കരകയറ്റുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. കവിത വയ്ക്കാൻ സമയമുണ്ടോ? രമണിയുടെ സമയമുണ്ടോ? അത് ഈ കവിത ഇവിടെ ഇരിക്കുന്നവരും മിക്കവരും കേട്ടിട്ടായിരിക്കും. പക്ഷേ PR രതീഷ് കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഈ കവിതയിൽ PR രതീഷിനും ഒരു പങ്കുണ്ട്. അതുകൊണ്ട് ഈ കവിത വായിക്കുകയാണ്. കവിതയുടെ പേര് കവിത കൂത്ത് എന്നാണ്. പലരും കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് രതീഷിനോട്. അപ്പൊ ഞാൻ അത് ഇടയ്ക്ക് വരാം. ഇടയ്ക്ക് അതിലേക്ക് വരുമ്പോൾ ആ കാര്യം പറയാം. കവിത കൂത്ത് ചാക്യാർ കൂത്തിന്റെ ഭാഷയും അവതരണ രീതിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. കവിത കൂത്തിന് ഇവിടെ ആസ്പദമായി എടുക്കുന്നത് വള്ളത്തോളിന്റെ എൻ്റെ ഭാഷ എന്ന പ്രശസ്തമായ കവിതയിലെ അവസാന വരികളാണ്. ആദ്യം വള്ളത്തോളിന്റെ വരികൾ. ഏറെ വാക്കെന്തിന് നാളെ മുതൽക്ക് ഇനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭണ്ഡം നിറച്ചേ തിരിച്ചു. കേടറ്റൊരൗദാര്യ ശീലത്തിലെന്നെ കിളി കേട്ടുള്ളവർ കേരളീയർ. കേടറ്റൊരൗദാര്യ ശീലത്തിലെന്നെ
എന്തിനാണ് അധികം പറയുന്നത്? നാളെ മുതൽ മലയാള ഭാഷയുടെ വീട്ടുമുറ്റത്ത് അറിവ് ആവുന്ന ഭിക്ഷ ചോദിച്ചു വരുന്നവർക്ക് വിശുക്കാതെ കൊടുക്കണം, ഉദാരമായി കൊടുക്കണം. ഔദാര്യത്തിന്റെ കാര്യത്തിൽ കേരളീയർ പണ്ട് മുതലേ പ്രശസ്തരാണല്ലോ എന്ന് ചോദിക്കും. ഏറെ വാക്കിന്തിന് എങ്കിലും തോന്നിയോ? അല്ല, തുടങ്ങിയിട്ട് നേരശിയായി. സംക്ഷിപ്തതയാണല്ലോ കാവ്യഗുണങ്ങളിൽ ഒന്ന്. ഇപ്പോഴത്തെ കവികൾക്കൊന്നും ഈ കുഴപ്പമില്ല കേട്ടോ. ദിന്നാണ് ഒരു കവിത വായിക്കേണ്ടായി, 2 വരിയുള്ളോ, അത് മതിയല്ലോ. നഞ്ഞെന്തിനാ നാനാഴി, ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊലിക്കും. ഒരിക്കൽ പെയ്താൽ മതി ജീവിതം മുഴുവൻ ചോർന്നൊലിക്കും. ഇതിന്റെ തലയെക്കെട്ട് കൂടി കേട്ടാല് ദാണ്ടിരിക്കണ്ട്. അത് എഴുതി വിദ്വാൻ ബാക്കി കാര്യത്തില്ല. ഇതിന്റെ തലയെക്കെട്ട് കൂടി കേട്ടാലേ കാര്യമുള്ളൂ. പ്രണയമഴ കൊണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നെപ്പോഴാ കൊള്ളുക? അവിടെ എന്തോ പറഞ്ഞല്ലോ, ഉള്ളിലെന്തോ പറഞ്ഞു, നീരുവീഴ്ച വരുന്നു, പ്രണയമഴ കൊണ്ടാലോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കൊള്ളാതിരിക്കാൻ പോപ്പി ജോൺസൊന്നും ചൂടിയിട്ട് കാര്യമില്ല. കാലവർഷം പോലെ പരക്ക പെയ്യില്ല. ചില ആളുകളുടെ തലയിലാ പെയ്യുള്ളൂ. അതൊക്കെ തലയിലെടുത്ത് പോലെ ഇരിക്കും. കൊണ്ടാലോ അവസാനം വരെ ചോർന്നൊലിക്കുകയും ചെയ്യും. ചോർച്ചടയ്ക്കാനൊന്നും പറ്റില്ല കേട്ടോ. മുല്ലപ്പെരിയാർ പോലെയാ. ഇതാണ് അത്ര അണുകവിത. വേറെ ചില വിദ്വാൻമാര് ഉത്തരാധുനികതാന്നോ ചോദ്യാധുനികതാന്നോ ഏതാണ്ട് ഒരു കുട്ടൊക്കെ പറയും. ഇപ്പൊ അതിന്റെയും കഥ കഴിഞ്ഞു അത്രേ എന്ന് വെച്ച് പേടിക്കാനൊന്നുമില്ല. ഉത്തരങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നാ മതി. വൃത്തവുമില്ല, ഇതിവൃത്തവുമില്ല, ഒരു വൃത്തിയുമില്ല. ഒരു കണക്കിന് നന്നായിട്ടോ. പണ്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടോ കാളമൂത്രം പോലെ നീട്ടിയുടെ ഒഴിക്കും. ഈ വർത്തമാന പ്രിയന്മാരുടെ കവിതയുടെ കുഴപ്പമാണ്, തുടങ്ങിയ പിന്നെ നിർത്തില്ല. വ്യാസനും വാൽമീകിയൊക്കെ അങ്ങനെയാണ്. അങ്ങനെയാണ് ഇതിഹാസങ്ങളൊക്കെ ഉണ്ടായത്. കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടും. കൈരളിയുടെ തറവാട്ട് മുറ്റത്ത് ആരെങ്കിലും പാണ്ഡിത്യ ഭിക്ഷ ചോദിച്ചു വന്ന നിറച്ച വീട് കൊടുക്കണം മഹാകവി പറയുന്നത്. ശിവ, എന്താ അത്? പണോ തുണിയോ ചോറൊക്കെ ചോദിച്ച് ഭിക്ഷക്കാര് വരാറുണ്ട്. അല്ലാണ്ട് ഗുരുത്വാകർഷണ നിയമം പഠിപ്പിച്ചു തരണേ, ഭഗവത്ഗീത പഠിപ്പിച്ചു തരണേ എന്നൊന്നും പറഞ്ഞ് ഇന്നേ വരെ ഒരു ഭിക്ഷക്കാരനും പടികടന്നു വന്നിട്ടില്ല. ആകാശമില്ല, ഭൂമിയില്ലാണ്ട് നടക്കണം. അവറ്റയ്ക്ക് കവി തന്നിട്ടല്ലേ കാര്യം. പിന്നെ കേടറ്റൊരൗദാര്യശീലം എന്ന് മഹാകവി പറയണ്ടായല്ലോ. കിട്ടിയവർക്ക് കേടൊന്നുമില്ല, കൊടുത്തോർക്കാ കേടു. കേട്ടിട്ടില്ലേ പണ്ടൊരു ദാനവൻ, മഹാബലി എന്നൊരു ദാനവൻ ദാനം ചെയ്ത് നിൽക്കാൻ കഴിയില്ലാണ്ടായത്. ഇരിക്കുന്നുണ്ട് കുറെ കല്യാണമൊക്കെ. നിൽക്കാൻ കഴിയില്ലാണ്ടായത്. ഭൂമിയാണെന്ന് താഴാന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പാതാളത്തുള്ള താന്നത്. അങ്ങനത്തെ ഒരു വേതാളത്തിന്റെ കയ്യിലാ പെട്ടത്. കാര്യങ്ങൾ ശരിയാണ്, ഇങ്ങനെയുള്ളതാ കൊണ്ട് ദാനം ചെയ്യരുത്. കാര്യങ്ങൾ ശരിയാണ്. താഴ്ത്തപ്പെട്ട മഹാബലി വാഴ്ത്തപ്പെട്ടവനായി, ഹീറോ ആയി. അപ്പൊ ജനങ്ങളുടെ കാര്യമോ? അവറ്റങ്ങ് സീറായില്ലേ? മഹാബലി ഹീറോ ആയി, ജനങ്ങൾ സീറായില്ലേ? ആദ്യ സോഷ്യലിസം കൊണ്ടായില്ലേ? അതെന്താരും മിണ്ടാത്ത 3 സ്ക്വയർ ഫീറ്റ് മണ്ണിലെ രാഷ്ട്രതന്ത്രപരമായ ചതി മഹാബലി മനസ്സിലാക്കിയില്ലല്ലോ. ഭഗവാനെ 3 അടി കരണകുറ്റിക്കാർന്ന് കൊടുക്കുന്നത്. അവിടെ ഇരിക്കുന്നുണ്ട്. 3 അടി കരണകുറ്റിക്കാർന്ന് കൊടുക്കേണ്ടത്. ഏത് പ്രശ്നത്തിലുണ്ട് ഭാഷാശാസ്ത്രപരമായ തിരിമറി. ഇവിടെയുണ്ട്. ചോദിച്ച 3 അടിയുടെ അർത്ഥം കൊടുക്കാൻ ഏതെപ്പോഴേക്കും തകിടം വന്നു. വാക്കും അർത്ഥവും തമ്മിലൊരു കിടധീം. ഇതാണല്ലോ കവിത എന്ന് പറയുന്നത്. ഏത്? വാക്കും അർത്ഥവും തമ്മിലൊരു കിടധീം. അപ്പോ ഭാഷാശാസ്ത്രം കൊണ്ടാണ് വാമനൻ മഹാബലിയെ നടത്തി. എന്നാലും ഇങ്ങനെയുടെ ഒരു ചക്രവർത്തി വല്ലോ അവരുടെ തല കൊയ്യണതിന് പകരം
സ്വന്തം നില കൊയ്യാൻ കൊടുക്കേ. അത് വാക്ക് പാലിക്കാൻ വേണ്ടിയാണ്. വാക്കിനോട് ഇത്രയും പ്രതിബദ്ധത ഒരു മാവോയിസ്റ്റ് കവിക്ക് ഉണ്ടാവില്ല കേട്ടോ, ഒരു നക്സലൈറ്റ് കവിക്ക് ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ആ വാമനന്റെ ഒരു ബ്രാഹ്മണിക്കൽ ഫാൻസി ഡ്രസ്സും ഉടച്ചപ്പോൾ മിനിമം മണ്ണിനെ 6 അടിയിൽ നിന്ന് 3 അടിയാക്കി വെട്ടിച്ചുരുക്കി മഹാബലിയുടെ 16 അടി കഴിച്ചില്ലേ ശപ്പൻ, റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ അപ്പൻ. ഏത് മിനിമം മണ്ണിനെ 6 അടിയിൽ നിന്ന് 3 അടിയാക്കി വെട്ടിച്ചുരുക്കി മഹാബലിയുടെ 16 അടി കഴിച്ചില്ലേ ശപ്പൻ, റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ അപ്പൻ. അല്ല ഉണ്ടായോണ്ടല്ലേ ഓൺ ഉണ്ടായത്. ഉണ്ടായില്ലെങ്കിലോ ആലോചിക്കാനേ വയ്യ. അതെ, ആലോചിക്കാൻ വയ്യണ്ടായി നിർത്തന്നെ നല്ലത്. നിർത്തിയിട്ടോ കവിത ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈ കവിത എഴുതിയിട്ട്, കാരണം ഇതിലൊരു പ്രതി കൂടി ഇരിക്കുകയാണ്, എനിക്ക് പേടി തരുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിനെ ആക്രമിക്കുമോ. അപ്പൊ ഈ കവിത എഴുതി കഴിഞ്ഞിട്ട് ഇത് കവിതയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ ആദ്യം കാണിച്ചത് രതീഷിനെയാണ്. കാണിച്ചതോ പറഞ്ഞതോ എന്നിട്ട് പറഞ്ഞത് അതെ പറയുകയും ചെയ്തത് നിങ്ങളുടെ ആ പ്രശസ്തമായ 2 വരി, ഒരിക്കൽ പെയ്താലും മതി ജീവിതം മുഴുവൻ ചോർന്നിരിക്കുന്നുള്ള 2 വരി ഞാൻ ഇങ്ങനത്തെ കവിതയിൽ കവിതക്കൂത്ത് എന്നുള്ളൊരു കവിതയിൽ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷമാണ്. ഈ കവിത എല്ലാവരും എനിക്കാണെങ്കിൽ അതിൻ്റെ എൻ്റെ കവിത ഇനിയും എത്തുമല്ലോ, സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഈ വരികളെ ഈ കവിതയിൽ ചേർക്കാൻ പ്രശസ്തമായ ആ വരിയെ ഈ കവിതയിലേക്ക് കടമായി തന്ന രതീഷിന് ആ കട ഒരിക്കലും ഞാൻ വീട്ടാൻ പറ്റില്ല. നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ പേരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഈ പരിചയമില്ലാത്ത കുറച്ചാണ് വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പം രാഹുലിനൊക്കെ വലിയൊരു ഗുണം പുതിയ എഴുത്തുകാരന്മാരും എവിടെയും പറയില്ല. അത് നമ്മുടെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മലയാളിയുടെ, പ്രത്യേകിച്ച് മലയാളിയുടെ. കാരണം നമുക്ക് ഇങ്ങനെ എഴുത്തുകാരനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടനെ റേറ്റ് വാങ്ങിച്ചിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു പൂ പോലും കൊടുക്കില്ല. അത് മലയാളികളുടെ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ രാഹുലിനൊക്കെ എൻ്റെ മനസ്സിൽ വലിയ സ്ഥാനം. കാരണം എൻ്റെ കവിത മാത്രമല്ല, ഒരുപാട് കവിതകൾ. അപ്പൊ എൻ്റെ ഈ കവിതയൊക്കെ 10-20 വർഷം മുന്നേ എഴുതിയ കവിതകളാണ്. അതൊക്കെ എത്രയോ ആളുകളെ, എന്നെ അറിയാത്ത ആളുകൾക്ക് പോലും ആ കവിതയൊക്കെ അറിയാം. അത് ഇങ്ങനെയുള്ള കുറെ ആളുകളിലൂടെ ആണ് അത് യാത്ര ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണിത്. അപ്പോൾ ശ്രീജയിച്ചും രേഖേശിനും ഒരുപാട് മനുഷ്യരുടെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സദ്യ ഉണ്ടിട്ട് പോകാനാണ് ഉള്ളത്. പക്ഷെ സദ്യ ഒരുക്കുന്നവരുടെ കഷ്ടപ്പാടൊന്നും നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അപ്പൊ എത്രയോ ദിവസങ്ങൾ ഇതിനു വേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. എന്നാലും ലോകം വല്ലാത്തൊരവസ്ഥയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം ചേർത്ത് പിടിക്കലും കൂട്ടിപ്പിടിക്കലുകളൊക്കെ വളരെ ആവശ്യമാണ്. കാരണം മനുഷ്യൻ, നമ്മൾ എപ്പോഴും ഒരു ശത്രുവിനെ ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ മൊത്തത്തിലൊരു ജൈവികമായ ഒരു ചോദന എന്നോടാണ്. അപ്പം ശത്രുക്കളെ നമ്മൾ അമേരിക്ക, പാകിസ്ഥാൻ, ഇന്ത്യ എപ്പോഴും നമ്മൾ ശത്രുക്കൾ വേണം. അപ്പോൾ ശത്രുക്കളില്ലാത്തൊരു ലോകം ഉണ്ടാവട്ടെ, അത് സാഹിത്യത്തിലൂടെ എങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാലും ഇത്തരം സുന്ദരമായ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വളരെ സുന്ദരമായ നിമിഷങ്ങളാണ്. കാരണം കുറേ മനുഷ്യർ ആശുവാട്ടം ഇവിടെയുള്ള സുഭാഷൻ ഒരുപാട് ആളുകൾ പേരൊക്കെ പറയണമെങ്കിൽ ആളുകളെ പറയണം. അതൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്. ഞാൻ 2 ചെറിയ കവിതകൾ പറയാം. എൻ്റെ 8ാമത്തെ പുസ്തകമാണിത്. അതിൻ്റെ കവിത ജീവിത കാവ്യം. 6 അടി മണ്ണെന്ന ഒറ്റ വരിയിൽ ഒതുങ്ങുന്നു. 6 അടി മണ്ണെന്ന ഒറ്റ വരിയിൽ ഒടുങ്ങുന്നു ജീവിതമെന്ന മഹാകാവ്യം. 6 അടി മണ്ണെന്ന ഒറ്റ വരിയിൽ ഒടുങ്ങുന്നു ജീവിതമെന്ന മഹാകാവ്യം.
കവിത മഞ്ഞ് കൊണ്ട് പണിയുന്ന വീട്. ഓരോ പ്രണയത്തിലും ഒരു മരിച്ച വീടുണ്ട്. ആരും കാണാതെ നനയുന്നുള്ളത് എപ്പോഴും. ആ വീട്ടിലേക്ക് കയറാൻ ഒരു വഴി, ഇറങ്ങുമ്പോൾ വഴിയേ ഇല്ല. ഓരോ പ്രണയവും കണ്ണീര് കൊണ്ടെഴുതിയ മഹാകാവ്യമാണ്. ഓരോ പ്രണയവും കണ്ണീര് കൊണ്ടെഴുതിയ മഹാകാവ്യമാണ്. അതുകൊണ്ടായിരിക്കണം ദൂരെയാണെങ്കിലും നമ്മൾ ഇപ്പോഴും കവിതയിൽ മഞ്ഞുകൊണ്ട് വീട് പണിയുന്നതും മറ്റൊരാളെ കാത്തിരിക്കുന്നതും. അതുകൊണ്ടായിരിക്കണം ദൂരെയാണെങ്കിലും നമ്മൾ ഇപ്പോഴും കവിതയിൽ മഞ്ഞുകൊണ്ട് വീട് പണിയുന്നതും മറ്റൊരാളെ കാത്തിരിക്കുന്നതും. തോന്നൽ, അത് മറക്കുക വല്ലപ്പോഴും പുസ്തകത്തിലാണ്. അഗാധമായ സ്നേഹമേ, അരികത്ത് വന്നിരിക്കേണ്ട, ചുംബനം കൊണ്ട് മുറിവുണക്കേണ്ട, പട്ടണയിലേക്കുള്ള വഴിയിൽ പോലും കണ്ണീര് തൂവേണ്ട, ഒന്നും വേണ്ട നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന തോന്നൽ മാത്രം മതി. ഒന്നും വേണ്ട നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന തോന്നൽ മാത്രം മതി. കവിത എന്ന പെണ്ണ്. കുന്നുകാട്ടി കൊതിപ്പിക്കും കുന്നിക്കുരുവോളം അരില്ലവൾ. കുന്നുകാട്ടി കൊതിപ്പിക്കും കുന്നിക്കുരുവോളം അരില്ലവൾ. ഒരു കവിതയോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. കണക്ക്. തോറ്റത് ഞാനായിരുന്നില്ല, നമ്മളായിരുന്നു. അല്ല, സോറി, കണക്ക് എന്നാൽ ഈ പ്രശ്നം പുസ്തകവും മൈക്കും രണ്ടും ഒരേ ആംഗിളിൽ വരാത്തതുകൊണ്ടാണ്. കണക്ക്. തോറ്റത് കണക്കായിരുന്നില്ല, നമ്മളായിരുന്നു. അല്ല, ഞാനായിരുന്നു. ഒട്ടുമയല്ല, നമ്മുടെ സമവാക്യങ്ങളായിരുന്നു. വളരെ സന്തോഷം. കാരണം ഇതാണ് ഈ ഒരു നോവൽ പ്രൈസ്. കാരണം പാലങ്ങോടൊക്കെ ഒരു ഗുണം എവിടെയും പറയും. ഇപ്പം ബാബു ഭരദ്വാജ് ഇവരെ കൂടെയൊക്കെ ജീവിക്കാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ സുവർണ നിമിഷങ്ങളൊക്കെ വിചാരിക്കും. കാരണം ഇവരൊക്കെ എവിടെ പോകുന്നത് നമ്മളെ അടയാളപ്പെടുത്താറുണ്ട്, മറ്റു പല എഴുത്തുകാരും പറയാറില്ല. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നീ തരാതെ പോയ ജീവിതം കവിതയായി തിരിച്ചു തരുമ്പോൾ മഴക്കാലത്തെ വെയിൽ പോലെയാണ് നീ. നനഞ്ഞ എൻ്റെ ജീവിതം അയയിൽ ഉണക്കാനിടുമ്പോഴായിരിക്കും കറുത്ത മുഖവുമായി നീ വരിക. ഓടി ഞാൻ മുറ്റത്തെത്തുമ്പോൾ നീ മടങ്ങിപ്പോകും. എത്ര വട്ടം ഞാൻ ഓടിത്തളർന്നിട്ടും പാതിയെ ഉണങ്ങിയിട്ടുള്ളൂ എങ്കിലും നിന്നോട് എനിക്ക് ഒട്ടുമില്ല ഒന്നും. കാലമേറെ കഴിയുമ്പോൾ കൂട്ടലിൽ തോറ്റുപോയ എൻ്റെ ജീവിത കണക്ക് പുസ്തകം കാലം തന്നെ വായിക്കുമ്പോൾ കവിതയായി തിരിയും പണ്ടത്തെ കാലങ്ങൾ. സത്യത്തിൽ മഴക്കാലത്തെ ഏറ്റവും കഷ്ടപ്പാട് സ്ത്രീകൾക്കും കുട്ടികൾക്കാണ്. ഞാനൊക്കെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മഴ വരും, അമ്മ തുണി എടുക്കുന്നു, വീണ്ടും അല്ല വെയിലുണ്ടാവും, തുണി ഇടും. കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യും. അങ്ങനെ അവർക്കൊന്നും പൂർത്തിയായിരിക്കും, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഒരു അവസരത്തിലിരിക്കുകയാണ്. എന്തായാലും സന്തോഷം. അപ്പോൾ ഇത്തരം കൂടിയിരിക്കുന്നത്, കാരണം ഇപ്പം നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എനിക്കിപ്പോൾ കുറേ ഗുണം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ. ഞാനൊരു 10-25 വർഷത്തിലേറെ കവിത ചെയ്തിട്ട് കുറച്ച് മിത്രങ്ങളും അതിലേറെ ശബ്ദങ്ങളും ഉണ്ടായിരുന്നു. അപ്പം അതും വലിയ ഗുണം. കാരണം ഇപ്പോൾ നമ്മൾ വളരെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മളെന്താണ് പോസ്റ്റ് ഇടുന്നത്, നമ്മളെന്താണ് ചെയ്യുന്നത്, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നുണ്ടോ, ഇവിടുത്തെ ഭരണകൂടത്തെ പ്രവർത്തിക്കുന്നുണ്ടോ. അപ്പം എനിക്കങ്ങനെ ഭയമൊന്നുമില്ല. കാരണം ഞാൻ കടത്തനാടെന്ന് വരുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ടായ ഒന്നെന്നാണ് വരുന്നത്. അതിൻ്റെയൊക്കെ ഏതോ നേരമൊക്കെ ഞങ്ങളുടെ രക്തത്തിലുണ്ട്. അതുകൊണ്ട് ഭയവുമില്ല. അപ്പോൾ ഒരു കവിതകൾ പറയാം. വേര്, അത് പറഞ്ഞത് 4 വരിയുണ്ട്. വേരുകൾ ആഴത്തിൽ വേദന കൊണ്ട് എഴുതിയ ഓർമ്മക്കുറിപ്പാണ് ഓരോ പൂവും. വേരുകൾ
ആഴത്തിൽ വേദന കൊണ്ട് എഴുതിയ ഓർമ്മ കുറിപ്പാണ് ഓരോ പൂവും. എല്ലാവരും നമ്മളെ ഈ പൂവിനെ മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് വേണ്ടി സഞ്ചരിച്ച ഒരുപാട് ആളുകൾ, ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപക്ഷെ ചരിത്രമൊന്നും രേഖപ്പെടുത്താത്ത ഒരുപാട് മനുഷ്യർ എൻ്റെ ഗ്രാമത്തിലടക്കം ബ്രിട്ടീഷുകാർക്കെതിരെ ഒക്കെ സമരം ചെയ്താൽ ഇവരെ അതിക്രമത്തിനൊക്കെ എതിരെ ഇറങ്ങി ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ചരിത്രത്തിൽ എവിടെയില്ല. ഞങ്ങളെ അതൊന്നും എവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടോ എപ്പോഴും പുരുഷൻ ചരിത്രം മാത്രമാണ് ലോകത്തിന്റെ ചരിത്രമായി മാറിയിട്ടുള്ളത്. ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം. ഞാനിപ്പോൾ ചെറുപ്പത്തിലൊക്കെ കേട്ട് വളർന്നത് ഈ ത്യാഗം ചെയ്ത ആളുകളെ ഞാനൊക്കെ അവരൊക്കെ കാണാറുണ്ട്, ഓർക്കാറുണ്ട്, അതിലൊക്കെ തലമുറയൊക്കെ സംസാരിക്കാറുണ്ട്. എന്തായാലും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. പരിചയപ്പെടുന്ന കാലത്ത് തന്നെ ആ കാലം മുതൽ പരിചയപ്പെടുന്നൊക്കെ മുമ്പാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഈ പ്രണയമഴ കേട്ടിട്ട് ഇടിലെ കൊണ്ടൊരു കാലം. അപ്പം എല്ലായിടത്തും പോയി പറയും പുതിയ കവിതയുടെ അടയാളം. അന്ന് രതീഷിനെ എനിക്ക് പരിചയമില്ല. പിന്നെ പരിചയപ്പെട്ട കാലം മുതൽ കവിതകളിൽ എപ്പോഴും വരും സഞ്ചി നിറയെ പുസ്തകങ്ങളുണ്ടാവും. സ്വന്തം പുസ്തകം വിറ്റ് നടക്കാൻ. അങ്ങനെ സ്വന്തം പുസ്തകമായിട്ട് ഓരോ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ചെല്ലുകയും പുസ്തകം വിൽക്കുകയും ചെയ്തുകൊണ്ട് കവിതയിൽ ജീവിക്കുന്ന ഒരാളാണ്. ചെറിയ തലയിലൊരു അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വന്തം പുസ്തകമായിട്ട് എല്ലായിടത്തും വരും. അഭിജാതരായ കവികളൊക്കെ കവിത ചൊല്ലി അത് താരമൂല്യത്തോടു കൂടി പോകും. സ്വന്തം പുസ്തകം വീട്ടി രതീഷ് പഠിക്കാൻ നിൽക്കുന്നുണ്ടാവും. അങ്ങനെയാണ് കൊണ്ടുപോകും. പക്ഷേ ഈ കവിതകളെ ഏതാണ്ടെല്ലാം എൻ്റെ കയ്യിലുണ്ട്. സത്യം കൂടെ പറയാം, 1000 പുസ്തകങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. കാശ് കൊടുത്ത് വാങ്ങിച്ചത് വെറുതെ കിട്ടിയത്. ആ പുസ്തകങ്ങളിൽ ഒന്ന് തൊടുമ്പോൾ ജീവൻ കുടിക്കുന്ന ഒരു കവിത എന്ന് പറയുന്നത് ഈ PR ഒരു ചുരുക്കം സ്വന്തം ജീവിതം കൊണ്ടാണ് അവർ കവിത എഴുതുന്നത്. കവിത എഴുതി കൊണ്ടുവരാൻ കിട്ടിയ കാശൊക്കെ അല്ല, കവിതയുടെ ജീവിതമാക്കി മാറ്റാൻ. അപ്പോൾ അടുത്തത് നമ്മുടെ റിയാദ് ഒരു ഗാനം.